വേർഡിന്റെ ഏറ്റവും ടോപ്പിൽ കാണുന്നതാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. അതിന്റെ താഴെ കാണുന്നതാണ് റിബൺ എന്ന് പറയുന്നത്. ഇത് ഡീഫോൾട്ട് ആയിട്ട് ഒരു സെറ്റിങ്സ് ഉണ്ടായിരിക്കും. ഇതിനെ എങ്ങനെ നമ്മളുടേതായ രീതിയിൽ നമ്മളുടെ ഇഷ്ടത്തിനുള്ള കമാൻഡ്സുകളോ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ കൂടുതൽ ടൂൾസുകൾ ആഡ് ചെയ്തിട്ടും കസ്റ്റമൈസ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമസ്കാരം, ഐഡിയൽ എക്സ്പ്രസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ കമാൻഡ്സുകൾ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ഈ ആരോയിൽ പ്രസ് ചെയ്യുക. കസ്റ്റമൈസ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്നുള്ള ഡ്രോപ്പ് ഡൗൺ മെനു കാണും. അതിൽ നിന്നും മോർ കമാൻഡ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിലുള്ള ഒരുപാട് കമാൻഡ്സുകൾ നമ്മൾക്ക് ഇവിടെ ലിസ്റ്റ് ഔട്ട് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അതിൽ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തത് കൊണ്ട് തന്നെ അതിൽ ഡീഫോൾട്ട് ആയിട്ട് എന്തൊക്കെ ടൂൾസ് ഉണ്ട് എന്നുള്ളത് റൈറ്റ് സൈഡിൽ ഡിസ്പ്ലേ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലേക്കാണ് എനിക്കിപ്പോൾ കൂടുതലായിട്ടുള്ള കമാൻഡ്സ് വേണ്ടതെങ്കിൽ ഞാൻ അതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ എന്നുള്ള കമാൻഡ് ഞാൻ ആഡ് ചെയ്യാണ്. അപ്പോൾ ഞാൻ അത് സെലക്ട് ചെയ്തതിന് ശേഷം വെറുതെ ആഡ് എന്നുള്ള ബട്ടൺ പറഞ്ഞാൽ ഇത് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ഡീഫോൾട്ട് ആയിട്ടുള്ള കമാൻഡിന്റെ കൂടെ ആഡ് ആയി കാണാം. ഇനി നമുക്ക് ഓക്കെ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇവിടെ പുതിയ ഓപ്പൺ എന്നുള്ള ഒരു ഐക്കണും കൂടെ വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ആഡ് ചെയ്തത് എനിക്ക് വേണ്ട, അപ്പം ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം, അതായത് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആഡ് ചെയ്തത് എന്താണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം റിമൂവ് പറഞ്ഞ് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ നിന്നും അപ്രത്യക്ഷമാവും. ഇനി എനിക്ക് റിബണിലാണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ മോർ കമാൻഡ്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം കസ്റ്റമൈസ് റിബൺ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഒന്നുമില്ലാത്ത കമാൻഡ്സുകളാണ് എനിക്ക് വേണ്ടതെങ്കിൽ ചൂസ് കമാൻഡ് ഫ്രം എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിൽ ഓൾ കമാൻഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വേർഡിൽ എന്തൊക്കെ കമാൻഡ്സുകളാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് മുഴുവൻ ഇവിടെ ആൽഫബറ്റിക് ഓർഡറിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ എനിക്ക് ഇൻസേർട്ട് എന്നുള്ള ടാബിനകത്ത് പേജ് ഉണ്ട്, ടേബിൾസ് ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. എനിക്ക് അവിടെ വേറെ എന്തെങ്കിലും കൂടെ ഇൻസേർട്ട് ചെയ്യണം. എനിക്ക് അതിൽ സൂപ്പർ സ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ് അങ്ങനെയുള്ള ഇത് കൂടെ ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ സൂപ്പർ സ്ക്രിപ്റ്റിനെ എസ് അടിക്കുന്നു. അതിനുശേഷം സബ്സ്ക്രിപ്റ്റ് ഉണ്ട്, സൂപ്പർ സ്ക്രിപ്റ്റ് ഉണ്ട്. എനിക്ക് സബ്സ്ക്രിപ്റ്റ് ആണ് വേണ്ടത്. അത് ഞാൻ ഇൻസേർട്ട് എന്നുള്ള മെനുവിലായതുകൊണ്ട് അത് സെലക്ട് ചെയ്തതിനു ശേഷം സബ്സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യണോ. ആഡ് എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. കണ്ടോ, ആഡ് എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള ഗ്രൂപ്പിൽ അതിനെ ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഇവിടെ ഒരുപാട് സബ് മെനൂസ് ഉണ്ടല്ലോ, അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. പുതിയൊരു ഗ്രൂപ്പ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ന്യൂ ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അപ്പം നമുക്ക് ഇൻസേർട്ട് എന്ന് പറഞ്ഞ ആ മെനുവിനകത്ത് തന്നെയാണ് പുതിയൊരു ഗ്രൂപ്പ് സെലക്ഷൻ ആയത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ പേര് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പൊ സെലക്ട് ചെയ്യുക, അതിനുശേഷം റീനെയിം ചെയ്യുക. ഇവിടെ ഡിസ്പ്ലേ നെയിം എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. അവിടെ ഞാൻ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നു, ഓക്കെ കൊടുക്കുന്നു. കണ്ടോ, അതിന്റെ പേര് സ്ക്രിപ്റ്റ് എന്നായിട്ട് മാറി. ഇനി സബ്സ്ക്രിപ്റ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ആഡ് എന്ന് പറയുന്നു. അപ്പോൾ സ്ക്രിപ്റ്റിന്റെ താഴെ സബ്സ്ക്രിപ്റ്റ് എന്നുള്ള മെനു ആഡായി. ഇനി സൂപ്പർ സ്ക്രിപ്റ്റും വേണം, അതും സെലക്ട് ചെയ്യണു, ആഡ് ചെയ്യുന്നു. അപ്പോൾ കണ്ടോ, സ്ക്രിപ്റ്റിന് താഴെ 2 സൂപ്പർ സ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റും നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമ്മുടെ സിസ്റ്റത്തിലുണ്ട്, മെനുവിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട കേട്ടോ. ഞാനൊരു ഉദാഹരണം കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഓക്കെ കൊടുത്താൽ ഇൻസേർട്ട് എന്ന് പറഞ്ഞ മെനുവിൽ പോയാൽ സൂപ്പർ സ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റും വന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്കിത് വേണ്ട എന്നുണ്ടെങ്കിൽ റിബണിൽ പോവുക, മോർ കമാൻഡ്സ് എടുക്കുക, കസ്റ്റമൈസ് റിബണിൽ പോയി ഇൻസേർട്ടിൽ പോയതിനു ശേഷം ഈ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്ത് റിമൂവ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഇനി എനിക്ക് പുതിയൊരു ടാബായിട്ട് വേണം, ഈ ഇൻസേർട്ട് ഹോം ഒക്കെ പോലെ പുതിയൊരു ടാബായിട്ട് വേണമെങ്കിൽ നമ്മൾ ന്യൂ ടാബ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് പേര് റീനെയിം ചെയ്ത് കൊടുക്കാൻ പറ്റും. ഹോം ഇൻസേർട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പേര് കൊടുക്കാൻ പറ്റും. സെലക്ട് ചെയ്യുക, റീനെയിം ചെയ്യുക. എന്നിട്ട് നമ്മളവിടെ സ്ക്രിപ്റ്റ് എന്നുള്ള പേരാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഓക്കെ പറയാം. അപ്പോൾ ആ ടാബിന്റെ പേര് സ്ക്രിപ്റ്റ് എന്നായിട്ട് മാറി. ഗ്രൂപ്പിനെ നമ്മൾ റീനെയിം ചെയ്യണു, സ്ക്രിപ്റ്റ് എന്നുള്ളത് തന്നെ നമ്മൾ ഗ്രൂപ്പിനും കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു, ഓക്കെ കൊടുത്തു. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യണം, കമാൻഡ് ആഡ് ചെയ്യണം. അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓൾ കമാൻഡ്സ് എടുക്കുക.
സബ്സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തു, ആഡ് പറഞ്ഞു, കണ്ടോ സബ്സ്ക്രിപ്റ്റ് ഇവിടെ ആഡ് ആയി. സൂപ്പർ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നു, ആഡ് ചെയ്തു, അപ്പോൾ ആഡായി. ഇതൊരു പുതിയ ടാബായിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഓക്കെ പറയുന്നു. അപ്പോൾ കണ്ടോ ഇൻസേർട്ടിന്റെ തൊട്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്ത സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാബ് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ നമുക്ക് സബ്സ്ക്രിപ്റ്റും സൂപ്പർ സ്ക്രിപ്റ്റും കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള കമാൻഡ് എന്താണോ അത് നിങ്ങൾക്ക് ഒരു മെയിൻ മെനു ആയിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഹോം ഫയൽ ഇൻസേർട്ട് എന്ന് പറയുന്ന ഈ ടാബിന് അകത്തേക്കോ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.